ഹായ് ഹലോ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അനദർ കറണ്ട് അഫയേഴ്സ് വീഡിയോ. കറണ്ട് അഫയേഴ്സ് ആണ്, ശ്രദ്ധിച്ചാൽ ഒരു മാർക്കാണ്. വി.എസ്. അച്യുതാനന്ദൻ്റെ സ്മരണാർത്ഥം അർബൻ പാർക്ക് നിലവിൽ വരുന്ന എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തിരുവനന്തപുരം ജില്ലയിലെ പാളയത്താണ് വി.എസ്. അച്യുതാനന്ദൻ്റെ സ്മരണാർത്ഥം അർബൻ പാർക്ക് നിലവിൽ വരുന്നത്. പാളയം, തിരുവനന്തപുരം. ഇന്ത്യയിൽ ആദ്യമായി ന്യൂക്ലിയർ മെഡിസിനിൽ PG കോഴ്സ് ആരംഭിക്കുന്ന സർക്കാർ സ്ഥാപനം ഏതെന്ന് ചോദിച്ചാൽ കോഴിക്കോട് മെഡിക്കൽ കോളേജാണ് ഇന്ത്യയിൽ തന്നെ ആദ്യമായി ന്യൂക്ലിയർ മെഡിസിനിൽ PG കോഴ്സ് ആരംഭിക്കുന്ന സർക്കാർ സ്ഥാപനം. കോഴിക്കോട് മെഡിക്കൽ കോളേജ്. കേരളത്തിൽ ശ്വാസകോശം മാറ്റിവെക്കുന്ന ആദ്യ സർക്കാർ ആശുപത്രി എന്ന് ചോദിച്ചാൽ കോട്ടയം മെഡിക്കൽ കോളേജിലാണ് കേരളത്തിൽ ആദ്യമായിട്ട് ശ്വാസകോശം മാറ്റിവെക്കുന്ന ശസ്ത്രക്രിയ നടന്നത്. കോട്ടയം മെഡിക്കൽ കോളേജിലാണ്. ലോക ജൂനിയർ ബാഡ്മിൻ്റൺ ചാമ്പ്യൻഷിപ്പിൽ വെള്ളി മെഡൽ നേടിയ ഇന്ത്യൻ താരമാരെന്ന് ചോദിച്ചാൽ തൻവി ശർമ്മയാണ് ലോക ജൂനിയർ ബാഡ്മിൻ്റൺ ചാമ്പ്യൻഷിപ്പിൽ വെള്ളി മെഡൽ നേടിയ ഇന്ത്യൻ താരം. തൻവി ശർമ്മ. ഇന്ത്യയിലെ ആദ്യത്തെ ഇലക്ട്രിക് യുദ്ധക്കപ്പൽ നിർമ്മിക്കുന്നതിനായി ഇന്ത്യൻ നേവിയുമായി സഹകരിക്കുന്ന കമ്പനി റോൾസ് റോയ്സ് ആണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഇലക്ട്രിക് യുദ്ധക്കപ്പൽ നിർമ്മിക്കുന്നതിനായി ഇന്ത്യൻ നേവിയുമായി സഹകരിക്കുന്ന കമ്പനി റോൾസ് റോയ്സ് ബ്രിട്ടനിലെ കമ്പനിയാണ്. 2025 ഒക്ടോബറിൽ വിശാഖപട്ടണത്ത് നടന്ന ഇന്ത്യ-ഇന്തോനേഷ്യ സംയുക്ത നാവികാഭ്യാസമാണ് സമുദ്രശക്തി 2025. 2025 ഒക്ടോബറിൽ വിശാഖപട്ടണം നടന്ന ഇന്ത്യ-ഇന്തോനേഷ്യ സംയുക്ത നാവികാഭ്യാസം. ഇന്ത്യൻ ടെറിട്ടോറിയൽ ആർമിയിൽ ഓണററി ലെഫ്റ്റനന്റ് കേണൽ പദവി ലഭിച്ച കായിക താരം നീരജ് ചോപ്രയാണ്. ഇന്ത്യൻ ടെറിട്ടോറിയൽ ആർമിയിൽ ഓണററി ലെഫ്റ്റനന്റ് കേണൽ പദവി ലഭിച്ച കായിക താരം. ഓർത്തിരിക്കുക, നീരജ് ചോപ്ര. 2025 ഫിഫ അണ്ടർ-20 ഫുട്ബോൾ കിരീട ജേതാക്കൾ മൊറാക്കോയാണ്. റണ്ണേഴ്സ് അപ്പോൾ അർജൻറ്റീനയാണ്. വേദി ചിലിയായിരുന്നു. അപ്പോൾ 2025 ഫിഫ അണ്ടർ-20 ഫുട്ബോൾ കിരീട ജേതാക്കൾ മൊറോക്കോയാണ്. അർജൻറ്റീനയെ പരാജയപ്പെടുത്തി വേദി ചിലി. ഗുജറാത്തിലെ ഇന്ത്യ പാക് അതിർത്തിയായ സർക്രീക്കിൽ ഇന്ത്യയുടെ സംയുക്ത സൈനിക അഭ്യാസമായിരുന്നു. തൃശ്ശൂൽ എന്നായിരുന്നു പേര്. അപ്പോൾ ഗുജറാത്തിലെ ഇന്ത്യ പാക് അതിർത്തിയായ സർക്രീക്കിൽ ഇന്ത്യയുടെ സംയുക്ത സൈനിക അഭ്യാസത്തിൻ്റെ പേര് തൃശ്ശൂൽ എന്നാണ്. ഓർത്തിരിക്കുക. കുസാറ്റ് ദക്ഷിണേന്ത്യയിലെ സർവകലാശാലാ തലത്തിൽ സ്ഥാപിച്ച ഏറ്റവും വലിയ ഹൈബ്രിഡ് ഹൈ പെർഫോമൻസ് കമ്പ്യൂട്ടിംഗ് സംവിധാനം എന്താണെന്ന് ചോദിച്ചാൽ തേജസ് ആണ്. തേജസ്വി. കുസാറ്റ് ദക്ഷിണേന്ത്യയിലെ സർവകലാശാലാ തലത്തിൽ സ്ഥാപിച്ച ഏറ്റവും വലിയ ഹൈബ്രിഡ് ഹൈ പെർഫോമൻസ് കമ്പ്യൂട്ടിംഗ് സംവിധാനം തേജസ്വി എന്നാണ് സംവിധാനത്തിൻ്റെ പേര്. അപ്പോൾ വീഡിയോ ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്